ഇന്നലെ സുരേഷ് ഗോപി പറഞ്ഞ പോലെയാണ് എമ്പുരാൻ എന്ന സിനിമ ഒരു വിജയതന്ത്രം, ഒരു ബിസിനസ് തന്ത്രമാണ്. അത് ശരിക്കും മോഹൻലാലിനും പൃഥ്വിരാജിനും മുരളി ഗോപിക്കൊക്കെ ആ സംഭവം കറക്റ്റായിട്ട് അറിയാം. ആൻ്റണി പെരുമ്പാവനൊക്കെ അവരുപയോഗിച്ചൊരു വിജയതന്ത്രമാണ് ഇത്രയും നേരം ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയിലൊരു മാപ്പ് പറഞ്ഞുകൊണ്ടൊന്നും ഈ പ്രശ്നങ്ങൾ തീരുന്നില്ല. കാരണം ജനങ്ങളെ മൊത്തം വിഡ്ഢികളാക്കുന്ന ഒരു തന്ത്രമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പടം എങ്ങനെയെങ്കിലും വിജയിപ്പിക്കുക, ആ പടം വിജയിപ്പിക്കാൻ വേണ്ടി എന്ത് തന്ത്രവും പയറ്റുക, അതുതന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. 200 കോടി ക്ലബ്ബിലും 300 കോടി ക്ലബ്ബിലുമൊക്കെ പടം കയറുമ്പോൾ, ഈ ചിത്രം ചെന്നെത്തുമ്പോൾ മലയാളി ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊന്നും മോഹൻലാൽ കഥ കേൾക്കാതെയോ പൃഥ്വിരാജ് മോഹൻലാലിനോട് കഥ പറയാതെയോ ഒന്നുമല്ല. ഇവരുടെ എല്ലാം കൂട്ടായ ഒരു നീക്കത്തിൻ്റെ ഫലമാണ് ഈ സിനിമയിൽ നടന്നിരിക്കുന്നത്. ഈ പടം എങ്ങനെയെങ്കിലും വിജയിപ്പിക്കുക, ഈ പടത്തിന് നല്ലൊരു വിജയം കൊണ്ടുവരിക, അത് കോടികൾ വാരിക്കൂട്ടുക, അതിനുവേണ്ടി ആണ് ഇങ്ങനെയൊരു തന്ത്രം ഉണ്ടാക്കിയത്. അത് ആർക്കും മനസ്സിലാകാത്ത കാര്യമൊന്നുമില്ല. എന്നാൽ അതിൻ്റെ പേരിൽ കുറേ കോലാഹലങ്ങൾ ഉണ്ടാക്കുക, മനുഷ്യർ തമ്മിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടായിക പറയുക. മോഹൻലാലിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും, പൃഥ്വിരാജിനെ അനുകൂലിക്കുന്നവരും പൃഥ്വിരാജിനെ പ്രതികൂലിക്കുന്നവരും പരസ്പരം ഏറ്റുമുട്ടുക. ആ ഏറ്റുമുട്ടൽ തന്നെയാണ് ഈ പടത്തിൻ്റെ വിജയം. ഇങ്ങനെ പരസ്പരം ഏറ്റുമുട്ടിയ ഒരു പടത്തെ വലിയ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന മലയാളികൾ തന്നെയാണ് ഏറ്റവും വലിയ വിഡ്ഢികൾ. ഈ പടം ശരിക്കും പറഞ്ഞാൽ എന്ത് സന്ദേശമാണ് മലയാളത്തിന് നൽകുന്നത്? ഒരു നല്ല കഥയുണ്ടോ? പണ്ടെങ്ങോ നടന്ന ഗുജറാത്തിൽ നടന്ന ഗോദ്ര വിഷയം ഇന്ന് ഈ സിനിമയിൽ എടുത്തിട്ടത് അത് തന്നെ ഒരു ശരിക്കും വ്യക്തമായ ഒരു കാഴ്ചപ്പാട്. കാരണം ഈ പടം നന്നായിട്ട് മാർക്കറ്റ് ചെയ്തത് ആ ഒരു സംഭവത്തിലൂടെയാണ്. കാരണം അത് അങ്ങനെ ഒരു സംഭവം എടുത്തിട്ടാൽ അത് വിജയിക്കുമെന്ന് ഈ മുരളി ഗോപിക്കും പൃഥ്വിരാജിനും മോഹൻലാലിനും ഒക്കെ നന്നായിട്ടറിയാം. അത് എടുത്തിട്ടു. ഒരു വിവാഹത്തിൻ്റെ വിമർശനങ്ങൾക്ക് വിധേയരായി, അതിന് മാപ്പ് പറഞ്ഞു. അപ്പോൾ മറ്റൊരു വിവാഹം അതിനെ കളിയാക്കിക്കൊണ്ടിറങ്ങി. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കടിച്ചു കീറുന്ന ജനതയാണ് ഇവിടെ ഉള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ സിനിമ കൂടുതൽ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ അവരുടെ അണിയറ പ്രവർത്തകർ നടത്തിയൊരു നീക്കം അത് വലിയ വിജയം കണ്ടു എന്ന് വേണം കരുതാൻ.